അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷതകളും അതുമായി ബന്ധപ്പെട്ട അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് കേൾക്കുന്നത് കൊണ്ടും അത് പറയുന്നത് കൊണ്ടുമൊക്കെ ഉണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വിഷയം, നമ്മളെല്ലാവരും ഖുർആൻ വിശുദ്ധ റമളാനായിട്ട് ഖത്തും തീർക്കാറുണ്ട്. 1, 2, 3, 4 ഒക്കെ അതിലേറെയും ഖത്തും തീർക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഓതി വരുമ്പോൾ മുസ്ഹഫിൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയാണ്, പിന്നീട് സൂറത്തു ആലു ഇമ്രാനാണ്. ആലു ഇമ്രാൻ സൂറത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില അറിവുകളൊക്കെ പങ്കുവെക്കാനാണ് ഈ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആലു ഇമ്രാൻ എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ പവിത്രതയുള്ള ഒരു സൂറത്താണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു തആല ഖുർആൻ ഓതിയവരെയും ഖുർആനിൻ്റെ ആളുകളെയും അള്ളാഹു തആല കൊണ്ടുവരികയും അപ്പോഴൊക്കെ സൂറത്തുൽ ബഖറക്കും സൂറത്തു ആലു ഇമ്രാനിനും അള്ളാഹു ഒരു പ്രാധാന്യം കൊടുക്കും, ഒരു മുൻഗണന കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ആലു ഇമ്രാൻ സൂറത്തിൽ 200 ആയത്തുകളാണുള്ളത്. അത് അവതരിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയ ശേഷമാണ്. അഥവാ മദനിയ എന്ന് പറയും. മക്കിയ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയത്. അതിലുള്ള കലിമത്തുകൾ, ആ ആലു ഇമ്രാൻ സൂറത്തിലുള്ള കലിമത്തുകൾ 3408 കലിമത്തുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അതിലെ അക്ഷരങ്ങൾ, ആലു ഇമ്രാൻ സൂറത്തിലുള്ള അക്ഷരങ്ങൾ 14525 അക്ഷരങ്ങൾ ഉണ്ട്. അതിൽ ഇങ്ങനെയുള്ള ഒരു സൂറത്ത്, ആലു ഇമ്രാൻ എന്ന് പറയുന്ന ആ സൂറത്ത്, അത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് തഫ്സീറിൽ പറയുന്നത്, ഇന്ന് സൗദി അറേബ്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നജ്റാൻ എന്ന് പറയുന്ന പ്രദേശം, അവിടെ അധികവും ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 60ഓളം ക്രൈസ്തവ പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മദീനയിലേക്ക് വരികയും അവർ ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി തർക്കിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയും അത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവരുടെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അവരെ മുബാഹലക്ക് ക്ഷണിച്ചു. അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അവർ ചെയ്തത്. ഇങ്ങനെ അപ്പോഴാണ് ഈ സൂറത്തിൻ്റെ ഒരു അവതരണം ഉണ്ടായത്. കാരണം ഈ സൂറത്തിൽ 80ഓളം ആയത്തുകൾ, ആലു ഇമ്രാൻ്റെ 80ഓളം ആയത്തുകളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തുന്നതാണ്, തൗഹീദുമായി ബന്ധപ്പെടുത്തുന്നതാണ്. കാരണം ഏകദൈവ വിശ്വാസമാണ് ഇതിൽ
പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതുപോലെ ജൂതന്മാർ വിശ്വസിച്ചു വരുന്നത് ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്നാണ്. അത് തെറ്റാണ്. അതിനെയും ഇതിൽ ഗണ്ണിക്കുന്നുണ്ട് ഈ സൂറത്തിൽ. മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട് ജൂതന്മാരിൽ. അവരെയും ഗണ്ണിക്കുന്നുണ്ട് ഈ സൂറത്തിൽ. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ക്രൈസ്തവർ വളരെ തെറ്റായിട്ട് വിശ്വസിക്കുന്നു. ദൈവമാണ്, പുത്രനാണ് എന്നൊക്കെ. ഒരിക്കലും അല്ല. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ അടിമയാണ്, മറിയമിൻ്റെ പുത്രനാണ്. ഈസബിനു മറിയം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. മറിയം റളിയല്ലാഹു അൻഹയുടെയും ഈസാ അലൈഹിസ്സലാമിൻ്റെയും ചരിത്രങ്ങളെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം. കാരണം ഈസാ അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതോടുകൂടെ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാൻ. അതാണ് അവരോട് അവരുടെ ഇഞ്ചീൽ പറയുന്നത്. ജൂതന്മാരോട് മൂസാ നബി സലാം പഠിപ്പിച്ചതും അവരുടെ തൗറാത്ത് പറഞ്ഞതും അതാണ്, സബൂർ പറഞ്ഞതും അതാണ്. മുൻകഴിഞ്ഞു പോയ വേദങ്ങളും പ്രവാചകന്മാരും എല്ലാം പഠിപ്പിച്ചതും പറഞ്ഞതും അങ്ങനെയാണ്. പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിച്ചത് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ഖുർആനിൻ്റെ ആ ഒരു പ്രസക്തി ഏത് വെല്ലുവിളികളെയും ഏത് പ്രതിസന്ധികളെയും അതിജയിക്കാനും അതിൽ നിന്ന് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെന്ന് ഖുർആൻ വ്യക്തമായി അവരുടെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു. അതും ഇതിൽ ചർച്ചാ വിഷയമാണ്. അതുപോലെ ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്, പലിശയെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ സക്കാത്തിനെ കുറിച്ച്, ഇങ്ങനെയുള്ള അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ കുറിച്ച് ഇതിൽ ചർച്ചയുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പ്. നമ്മളൊക്കെ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നവരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം, അതുപോലെ മുബാഹലക്ക് വേണ്ടി അവരെ വെല്ലുവിളിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പൊതുവെ ആലു ഇമ്രാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇമ്രാൻ്റെ കുടുംബം എന്നുള്ളതാണ്. ഇമ്രാൻ്റെ കുടുംബം, ഇവിടെ നമ്മൾ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇമ്രാൻ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹയുടെ മാതാവായ ഹന്നത്ത് ബീവിയുടെ ഭർത്താവ് ആകുന്ന ഇമ്രാനെ പറ്റിയാണ്. അതായത് ഇമ്രാൻ്റെ ഭാര്യയാണ് അന്നത്ത് ബീവി. അന്നത്ത് ബീവിയുടെ മകളാണ് മറിയം റളിയല്ലാഹു അൻഹ. മറിയം റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം. മറ്റൊരു ഇമ്രാനെ കുറിച്ച് പ്രവാചകന്മാരുടെ ചരിത്രം പരതുമ്പോൾ നമുക്ക് അതിൽ വായിക്കാൻ സാധിക്കും. അത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവാകുന്ന ഇമ്രാനാണ്. അത് അല്ല ഈ ഇമ്രാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് ഇമ്രാനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസ ബിൻ ഇമ്രാൻ സഫിയുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മറർതു ലൈലത്തൻ ഉസ്രിയ ബി അലാ മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം. ഇമ്രാൻ്റെ മകനായ മൂസാ നബിൻ്റെ അടുക്കലൂടെയാണ് ഞാൻ ഇസ്രാ നടത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാം അവരെ കബറടക്കം ചെയ്യപ്പെട്ട ആ കബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്.
റസൂലുള്ളാഹി തങ്ങൾ ഇസ്രായിനും മിറാജിനും പോയില്ലേ? ഇസ്രായിന് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിൻ്റെ ഖബർ കണ്ടു എന്നും മൂസാ നബി അലൈഹി സ്വലാം ഖബർ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സത്യസന്ധമാണ്, ഹദീസാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന ഇമ്രാൻ അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായ മറിയം ബീബിയുടെ ഉമ്മയായ ഹന്നത്തു ബീവിയുടെ ഭർത്താവാകുന്ന ഇമ്രാനാണ്. കാരണം ഇവിടെ ഇമ്രാൻ്റെ ഭാര്യ അന്നത്ത് ബീവി, ആ അന്നത്ത് ബീവിയുടെ ഒരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഇസ് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം. അതായത് ഇമ്രാൻ്റെ ഭാര്യ അള്ളാഹുവിനോട് പറഞ്ഞ സന്ദർഭം, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അത് ഹന്നത്ത് ബീബിയാണ്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ, റബ്ബേ ഞാൻ എൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനെ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ. കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് കാലം മക്കളില്ലാഞ്ഞ് വിഷമിച്ച് അന്നത്ത് ബീവി കഴിഞ്ഞുകൂടി. അന്നത്ത് ബീവിയും ഭർത്താവായ ഇമ്രാനും അവർ രണ്ടുപേരും സ്വാലിഹുകളായിരുന്നു, നല്ലവരായിരുന്നു. നബി അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു ആലം. എന്തായാലും നല്ല ആളുകളാണ്, നല്ല മനുഷ്യരാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരായിരുന്നു. മക്കളില്ലാത്ത ഒരു വിഷമം അവരെ വല്ലാതെ അലട്ടിയപ്പോൾ അങ്ങനെ അവർ ഗർഭിണിയായ സമയത്ത് അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ചയാക്കുകയാണ്. അന്നത്തെ ഒരു സാഹചര്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കാറുണ്ട്. അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സേവകനായിട്ട് നേർച്ചയാക്കുക. അത് ആണുങ്ങളെയാണ്, ആൺകുട്ടികളെ നേർച്ചയാക്കൽ. ഇവിടെ മറിയം റളിയല്ലാഹു അന്നത്ത് ബീവി അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്നക അന്തസ് സമീഉൽ അലീം ഫലമ്മാ വദഅത്ഹാ ഖാലത്ത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ. അങ്ങനെ അവർ പ്രസവിച്ചപ്പോൾ, അന്നത്ത് ബീവി പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണാണ്. ആണാണ് എന്ന് വിചാരിച്ചിട്ടാണ് നേർച്ചയാക്കിയത്. പക്ഷെ പ്രസവിച്ചപ്പോൾ പെണ്ണാണ്. അള്ളാഹുവേ, പ്രസവിച്ചത് പെണ്ണായിപ്പോയല്ലോ, എന്ത് ചെയ്യും? വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസാ. പെണ്ണ് ആണിനെ പോലെയല്ലല്ലോ. കാരണം ആണിന് പള്ളിയുടെ പരിപാലനവും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. പെണ്ണ് അങ്ങനെയല്ലോ റബ്ബേ. വൈന്നീ സമ്മൈതുഹാ മറിയം, ഞാൻ ഈ കുട്ടിക്ക് മറിയം എന്ന് പേര് വെക്കുന്നു. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, പിശാചിൽ നിന്ന് ഈ സന്താനത്തെയും ഇതിനുണ്ടാകുന്ന സന്താനത്തെയും നീ രക്ഷപ്പെടുത്തണേ. കാരണം ഒരു ദുആണ്, ആ കുട്ടിക്ക് വേണ്ടി ദുആയിരുന്നു ഹന്നത്തു ബീവി. കാരണം ആ കുടുംബം തന്നെ വലിയ ഒരു നല്ല കുടുംബമാണ്. ഇമ്രാൻ്റെ കുടുംബം തന്നെ വളരെ മികച്ചൊരു കുടുംബമാണ്. ഖുർആൻ അങ്ങനത്തെ ആ ഒരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ട് കുടുംബത്തെ പ്രധാനമായിട്ട് ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വനൂഹ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനെയും ഇമ്രാൻ്റെ കുടുംബത്തിനെയും അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു അലൽ ആലമീൻ, ലോകത്ത് വച്ചിട്ട് ഇവർക്ക് പ്രത്യേകത ഉണ്ട് ആണ് ഇതിൻ്റെ അർത്ഥം. ലോകത്ത് വച്ചിട്ട് ഇവർക്ക് വലിയ പ്രത്യേകത ഉണ്ട്.
ദുർരിയതൻ ബഅ്ളുഹാ മിൻ ബഅ്ളിൻ വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു അറിയുന്നവനാണ്. ചില സന്താനങ്ങൾ ചിലരുടെ സന്താനങ്ങൾക്ക് അവർക്കും സ്ഥാനമുണ്ട്. ദുർരിയത്തും ബഅ്ളുഹാ മിൻ ബഅ്ള്, ചിലർക്ക് ചിലരെക്കാൾ സ്ഥാനമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ആ കുടുംബത്തിന് പ്രത്യേകമായിട്ട്, ഏതായാലും ചരിത്രം നീണ്ടുപോവാണ്. കാരണം മറിയം റളിയല്ലാഹു അൻഹ അന്നത്ത് പ്രസവിച്ചത് പെൺകുട്ടിയാണ്. കുട്ടിക്ക് പേരിട്ടു മറിയം. നേർച്ചയാക്കിയ സ്ഥിതിക്ക് ആ കുട്ടിയെ പള്ളിയിൽ കൊണ്ട് ആക്കണം, പള്ളിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. പക്ഷേ അന്നത്തെ വരെയും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന രീതിയില്ല. എന്ത് ചെയ്യും? കാരണം പ്രത്യേകമായിട്ട് ആ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ആ കുട്ടിയെ നേർച്ചയാക്കിയതാണ്. പക്ഷേ ആണാണ് എന്ന് വിചാരിച്ചിട്ടാണ് നേർച്ചയാക്കിയത്. ഇപ്പം കുട്ടി പെണ്ണായിപ്പോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ കുട്ടിയെ പള്ളിയിൽ താമസിപ്പിച്ചു. പള്ളിയിൽ പ്രത്യേകമായൊരു മെഹ്റാബിനെ തന്നെ സ്ഥാപിച്ചു മറിയം ബീവിക്ക് താമസിക്കാൻ. മാത്രമല്ല മറിയം ബീവിയെ സംരക്ഷിക്കാൻ, യതീമത്തായ കുട്ടിയല്ലേ, ആ സംരക്ഷിക്കാൻ തന്നെ ആളുകൾ തിരക്ക് കൂട്ടിയിട്ട് വലിയ മത്സരമായി. എല്ലാവരും പറഞ്ഞു ഞാൻ നോക്കാം. എല്ലാവരും വലിയ ആ ഒരു പ്രതിഫലം, നല്ല ഒരു സദ്വൃത്തയായ കുട്ടിയല്ലേ, അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്നുള്ള താല്പര്യത്തിൽ ഒരു വാശിയായി മാറിയത് ജനങ്ങൾക്ക്. അങ്ങനെ അല്ലാഹു തആല ഒരു ഫോർമുല വെച്ചു. എന്താണ്? ഈ കുട്ടിയെ നോക്കേണ്ട ആൾ ആരാണ്? എല്ലാവരും നദിയിൽ ഒരു പേന കൊണ്ടുപോയിടുക. അതിൽ പൊങ്ങി നിൽക്കുന്ന പേന ആരുടേതാണെങ്കിൽ അവർക്ക് കുട്ടിയെ നോക്കാം എന്നായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ പൊങ്ങി നിന്ന പേന സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെതാണ്. സക്കരിയ നബി അലൈഹി സ്വലാമാണ് ആ കുട്ടിയെ നോക്കാൻ എങ്ങനെ നിലക്കും അർഹത. പ്രവാചകനാണ്, ആ പള്ളിയിലെ ഇമാമാണ്, ഈ കുട്ടിയുടെ ഒരു ബന്ധു കൂടിയാണ് സക്കരിയ നബി അലൈഹി സ്വലാം. അങ്ങനെ ആ കുട്ടിയുടെ പരിപാലനം സക്കരിയ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തു. ഇടയ്ക്കൊക്കെ ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കും. അപ്പോഴൊക്കെ കുട്ടിയുടെ റൂമിൽ ചെന്ന് നോക്കും. കുട്ടിയുടെ പ്രത്യേകം ഭക്ഷണങ്ങൾ കാണാം, നല്ല പഴവർഗ്ഗങ്ങൾ, ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ചോദിക്കും, മന്നാലക്കി ഹാദായ മറിയം, മന്നാലക്കി ഹാദാ, മറിയം എവിടുന്നേ ഈ പഴം കിട്ടിയത്? അപ്പോൾ ആ കുട്ടി പറയും, മറിയം റളിയല്ലാഹു പറയും, കാലത്തുഹു മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ്. അത് അത്ഭുത പഴമാണ്, മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന പഴമാണ്. അങ്ങനെ അത്ഭുതങ്ങളുണ്ടായി, വലിയത്തായി. മറിയം റളിയല്ലാഹു അൻഹ പിന്നീട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ വന്ന് മറിയം റളിയല്ലാഹുവിൻ്റെ നെഞ്ചിൽ ഊതുകയും മറിയം റളിയല്ലാഹുവിനെ ഗർഭിണിയാവുകയും ചെയ്തു. അങ്ങനെയാണ് മറിയമിൻ്റെ പുത്രനായി ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. പിതാവില്ലാതെ അള്ളാഹുവിൻ്റെ അത്ഭുതമായിട്ട്. കാരണം പിതാവും ഇല്ലാതെ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചില്ല പടച്ചോൻ. ആ പടച്ചോന് പിതാവില്ലാതെ മനുഷ്യനെ, ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് എന്താ പ്രയാസമുള്ളത്? ഒന്നുമില്ല. അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. അള്ളാഹ്ക്ക് ഒരു പ്രശ്നമല്ല ഉണ്ടാക്കാൻ. അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട. ഇതൊക്കെ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതെങ്ങനെ? ഈ മറിയം പരിശുദ്ധയാണെന്നാണ് ഇസ്ലാമിൻ്റെ ഭാഷ. ഈ മറിയം പരിശുദ്ധയാണ്, ഈ മറിയം ശുദ്ധമതിയാണ്, നല്ല പെൺകുട്ടിയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസവും ഖുർആൻ്റെ വിശ്വാസത. യഥാർത്ഥത്തിൽ ഈ ഈസാ നബിനെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈസാ നബിനെ നെഞ്ചേറ്റുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ
അവർക്ക് പോലും ഇത് സമ്മതിക്കാൻ പറ്റുമോ എന്നറിയില്ല. യഥാർത്ഥത്തിൽ ഈസാ നബിനെ ബഹുമാനിക്കുന്നവരും ആദരിക്കണവരും ആരാധിക്കണമല്ല. ഞങ്ങൾ ആരാധിക്കൂല, ആരാധന അള്ളാഹുവിന് മാത്രമാണ്. ഈസാ നബിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പ്രവാചകനാണ്. അന്ത്യനാൾ അടുക്കുമ്പോൾ വരും, ദജ്ജാലിനെ കൊല്ലും, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളും, കല്യാണം കഴിക്കും, മക്കളുണ്ടാകും, ഇസ്ലാമിക ഭരണം നടത്തും. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. നെഞ്ചിൽ കുരിശിൽ തറച്ചിട്ടില്ല, ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയിക്കാണ്. ഇതൊക്കെയാണ് നമ്മളെ ഈസാ നബിനെ കുറിച്ച് നമുക്കുള്ള വിശ്വാസം. ഇത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ആ ഇമ്രാൻ്റെ കുടുംബത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. ആ ഇമ്രാൻ്റെ കുടുംബം, ആ ഇമ്രാനെ പറ്റി ഒന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അടുത്തൊരു വിഷയമായി കാണാം. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.